നിങ്ങളുടെ നോട്ട്ബുക്കിനകത്തുള്ളതല്ല, അതല്ല നിങ്ങളെ മാറ്റുന്നത്. നിങ്ങൾക്ക് തലച്ചോറിൽ അറിയുന്ന അറിവല്ല, അതല്ല നിങ്ങളെ മാറ്റുന്നത്. നിങ്ങൾ എന്താണോ പഠിക്കുന്നത് അതല്ല നിങ്ങളെ മാറ്റുന്നത്. നിങ്ങളുടെ ആത്മാവിലേക്ക് എന്താണോ പോകുന്നത് അതാണ് നിങ്ങളെ മാറ്റുന്നത്. അതേ പ്രസംഗം നിങ്ങളും പ്രസംഗിക്കുന്നു, ഞാനും പ്രസംഗിക്കുന്നു. നിങ്ങളുടെ പ്രസംഗം കേൾക്കുന്നവരുടെ മുഖം നിങ്ങൾ നോക്കുക. എന്തുകൊണ്ടാണ് ഞാനിത് പറയുന്നത്? പറയും അഹങ്കാരമാണെന്ന് ചോദിച്ചാൽ അതെ, എന്നിൽ ജീവിക്കുന്നവനിൽ ഞാൻ അഹങ്കാരം കൊള്ളുന്നു. ഈ ലോകത്തിൽ ഏറ്റവും നല്ല പാട്ടുകാരനെ കൊണ്ടുവന്ന് ഒരു പാട്ട് കൊടുക്ക്, അതേ പാട്ട് നിങ്ങൾ എനിക്കും താ. അവൻ പാടുമ്പോൾ എല്ലാവരും തുള്ളിച്ചാടി കൈ അടിക്കും, പക്ഷെ ഞാൻ പാടും അവർ കണ്ണുനീരോടെ നിൽക്കും. എന്നെ തന്നെ ഞാൻ പെരുപ്പിച്ച് കാണിക്കുകയല്ല, നിങ്ങൾ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ എന്താണ് വഹിക്കുന്നതെന്ന് നിങ്ങൾ അറിയണം. നിങ്ങൾ ഒരു ടിഫിൻ ബോക്സ് പോലെയാണ്. അതിനകത്ത് ഇഡ്ഡലിയോ ദോശയോ അല്ല, നിങ്ങൾ അതിനകത്ത് യേശുവിനെ, ദൈവത്തെയാണ് വഹിക്കുന്നത്. ദൈവത്തെ വഹിക്കുന്നതിനേക്കാളും വലുതായിട്ട് എന്തെങ്കിലും ഉണ്ടോ പറയുന്നത്? വേഗം പറയേ. ദൈവത്തെക്കാളും പ്രത്യേകതയുള്ള ഭാഗ്യമുള്ള എന്തെങ്കിലും ഉണ്ടോ? മനുഷ്യനും ദൈവം ഒന്നായിരിക്കുക എന്നതോ? ആമേൻ. യേശു പറഞ്ഞു, ഫിലിപ്പോസ് യേശുവിനോട് പറഞ്ഞു, ഞങ്ങൾക്ക് പിതാവിനെ ഒന്ന് കാണിച്ചു തരുമോ? പിതാവിനെ ഞങ്ങൾക്കൊന്ന് കാണണം. എനിക്ക് ഒത്തിരിയധികം വിശപ്പുണ്ട്. നിങ്ങളെപ്പോഴും പിതാവ് 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 എന്ന് യേശു നീ പറയുന്നുണ്ടല്ലോ, എനിക്ക് ഒന്ന് കാണിച്ചു തരുമോ? യേശു പറഞ്ഞു, ഹലോ ഫിലിപ്പോസേ, നീ എന്നോട് കൂടെ 3 വർഷത്തിലധികമായി ആയിരിക്കുന്നില്ലേ? അതെ അതെ കർത്താവേ എന്നവൻ പറഞ്ഞു. നിനക്കറിയില്ലേ എന്ത്? എന്നെ കണ്ടവനോ. ആമേൻ. എന്നെ കണ്ടവനോ പിതാവിനെ കണ്ടിരിക്കുന്നു. നിങ്ങളത് വായാൽ പറയണം. നിങ്ങളുടെ ആ ഹൃദയത്തിനകത്ത് പറഞ്ഞാൽ പോരാ, നിങ്ങളത് ഏറ്റു പറയണം. നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ പറയണം, ഞാൻ എഴുന്നേൽക്കുമ്പോൾ ഞാനും ദൈവവും എഴുന്നേൽക്കുന്നു എന്ന് നിങ്ങൾ പറയുവാനിടയാകണം. ആമേൻ. നിങ്ങൾ വീട്ടിലേക്ക് പോകുമ്പോൾ ദൈവവും ഞാനും വീട്ടിലേക്ക് മടങ്ങിപ്പോകുന്നു എന്ന് പറയുവാനിടയാകണം. ആമേൻ. നിങ്ങൾ പല്ല് തേക്കുമ്പോൾ ഞാനും ദൈവവും ഒരുമിച്ച് പല്ല് തേക്കുന്നു എന്ന് പറയണം. ഇത് സാധ്യമാണോ? അതെ. നിങ്ങൾക്കത് പറയാൻ കഴിയുമോ? കഴിയും. അണ്ണനത് പറയാം, പക്ഷെ നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? കഴിയും. നിങ്ങൾക്കത് പറയാമോ? പറയാം. അതാണ് ബറാക്കയുടെ സന്ദേശം. ഈ വർഷങ്ങളെല്ലാം ആളുകൾ എപ്പോഴും വളരെ ശക്തന്മാരായ ആളുകൾ വരും, ഇവിടെ നിൽക്കാറുണ്ട്. അവർ അത്ഭുതങ്ങൾ ചെയ്യുന്നു, അവർ പാടുന്നു, എല്ലാവരും നോക്കുന്നു. നിങ്ങൾ പോയിട്ട് അണ്ണ തലയിൽ കൈവെക്കുമോ എന്ന് നിങ്ങൾ അവരുടെ അടുത്ത് പോകുന്നു. അപ്പാ ഞാൻ ഈ പുരുഷാരത്ത് വിട്ടപ്പോൾ ഓടിപ്പോകും. ഇതെല്ലാം പ്രസംഗിച്ചതിന് ശേഷം നിങ്ങളും ദൈവം ഒന്നായിന്ന് പറഞ്ഞതിന് ശേഷം അണ്ണൻ എൻ്റെ അടുത്ത് പോയിട്ട് എന്തിനാ തുടരണം? ദൈവം എന്നെ വിളിച്ചപ്പോൾ എന്നോട് ദൈവം പറഞ്ഞത്, യെസക്കിയ, നിൻ്റെ ശുശ്രൂഷ വിളി അത് എല്ലാ വിശ്വാസിയെയും നോക്കി അവർ ആരാണെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കണം, അവർക്ക് എന്താ ഉള്ളതെന്ന് പറഞ്ഞു കൊടുക്കണം. ആമേൻ.
ഒറ്റയാൾ പട്ടാളം പോലെയുള്ള പരിപാടി, ഒറ്റയാൾ പട്ടാളം പോലെയുള്ള കാര്യങ്ങളെല്ലാം അത് കഴിഞ്ഞു. ഇനി ഒരുത്തൻ മാത്രം നിന്ന് ശുശ്രൂഷ ചെയ്യുന്ന പരിപാടിയില്ല. ഇപ്പോൾ എല്ലാ മനുഷ്യരും പ്രകടമാക്കേണ്ടുന്ന സമയമായി. എല്ലാ വിശ്വാസിയും പ്രകടമാക്കണം. യേശു പറഞ്ഞു, അവനോ അവളോ എന്നിൽ വിശ്വസിക്കുന്നവൻ. എത്ര പേർ അവനെ വിശ്വസിക്കുന്നുണ്ട്? കരങ്ങൾ ഉയർത്തിയാട്ടെ. അവൻ ഞാൻ ചെയ്തതും അവർ ചെയ്യും, ഞാൻ ചെയ്തതിനേക്കാൾ അധികവും അവർ ചെയ്യും. ആമേൻ. എത്ര പേര് വിശ്വസിക്കുന്നു? യേശു നുണ പറഞ്ഞു എന്ന് എത്ര പേര് വിശ്വസിക്കുന്നു? യേശു നുണയാണോ പറഞ്ഞത്? അല്ല. അത് കുറച്ച് പെരുപ്പിച്ചാണോ യേശു പറഞ്ഞത്? അല്ല. കുറച്ച് അധികം യേശു പറഞ്ഞോ? ഇല്ല. യേശു പറഞ്ഞ സത്യമാണോ? അവൻ സത്യത്തിൻ്റെ ദൈവമാണോ? അവന് നുണ പറയാൻ കഴിയില്ല. അവൻ പറഞ്ഞു സത്യമായി ഞാൻ പറയുന്നു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ എന്നെ വിശ്വസിച്ചാൽ മാത്രം മതി. അവൻ ഞാൻ ചെയ്യുന്നത് അവൻ ചെയ്യും. ഞാൻ ചെയ്തതിനേക്കാളും അധികം അവൻ ചെയ്യും. ആമേൻ. ദയവായിട്ട് എന്നോട് പറഞ്ഞാട്ടെ, അവനൊരു നുണയാണോ പറഞ്ഞത്? അല്ല. അവൻ സത്യമല്ലേ പറഞ്ഞത്? അതെ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ എന്താ സംഭവിക്കേണ്ടത്? നേതാക്കന്മാർ മാത്രം അത്ഭുതം ചെയ്താൽ മതിയോ? കൃപാവരം ഉള്ളവർ മാത്രം ചെയ്താൽ മതിയോ? എല്ലാ വിശ്വാസിക്കും കൃപാവരങ്ങളില്ലേ? എല്ലാവർക്കും ഇരിക്കാം. നിങ്ങൾ വളരെ പ്രത്യേകതയുള്ള സ്ഥലത്താണ് ആയിരിക്കുന്നതെന്ന് ഓർക്കുക. അതിൻ്റെ അർത്ഥം ദൈവം നിങ്ങളെ പെറുക്കിയെടുത്ത് ഇവിടെ കൊണ്ടുവന്നു. ഒരു പ്രത്യേകതയുള്ള വ്യക്തിയായി പ്രത്യേകമായി ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നു. പിശാചിനെ ഒരിക്കലും നീ യോഗ്യനല്ല, നിനക്ക് കഴിയില്ല, നീ ബലഹീനനാണ്, പലപ്പോഴും നീ അത് പറഞ്ഞതല്ലേ, നീ ഒരു പരാജയമാണ് എന്ന് പറയുന്നത് അനുവദിക്കരുത്. അത് പിശാചിൻ്റെ ശബ്ദമാണ്. പലപ്പോഴും ആളുകൾ പറയാറുണ്ട്, അണ്ണാ എങ്ങനെയാണ് എന്നിലേക്ക് വരുന്ന ചിന്ത വരുന്നു, അത് യേശുവിൽ നിന്നാണോ അത് പിശാചിൽ നിന്നാണോ? നിങ്ങൾ തിരിച്ചറിയും. പിശാച് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് നിരുത്സാഹം വരും. ദൈവം സംസാരിക്കുമ്പോൾ നിങ്ങൾ സന്തോഷത്തോടെ തുള്ളിച്ചാടുവാനിടയാകും. അത് വളരെ എളുപ്പമുള്ള നുറുങ്ങുകളാണ്. പിശാച് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് കെട്ടപ്പെട്ട് കിടക്കുന്നൊരവസ്ഥ ഉണ്ടാകും. യേശു സംസാരിച്ചാൽ നിങ്ങൾക്ക് വളരെയധികം സ്വാതന്ത്ര്യം അനുഭവിക്കാനിടയാകും. നിങ്ങൾക്കത് കാണുവാൻ കഴിയും. ഇവിടെ എത്ര പേര് പാസ്റ്റർമാരുണ്ട്? നിങ്ങളുടെ കരങ്ങളെ ഒന്ന് ഉയർത്താമോ? പാസ്റ്റർമാരായിരിക്കുന്നവർ കരങ്ങളെ ഒന്ന് ഉയർത്തിയാട്ടെ. നിങ്ങൾക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. നിങ്ങളുടെ സഭകൾ മുഴുവൻ 100,000 പേരെങ്കിലും കുറഞ്ഞത് നിങ്ങളുടെ സഭയിൽ ഉള്ളതുപോലെ നിങ്ങളുടെ സഭ വളർക്കുന്ന അധികം തവണ വളരും. എന്തെന്നാൽ വേദപുസ്തകം പറയുന്നു, എത്രയധികം അവർ അടിച്ചമർത്തപ്പെട്ടുവോ അത്രയധികം അവർ വർദ്ധിച്ചു. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ കടന്നുപോയിരിക്കുന്ന എല്ലാ അടിച്ചമർത്തലും, നിങ്ങൾ കടന്നുപോയിരിക്കുന്ന എല്ലാ സമ്മർദ്ദവും അത് നിങ്ങളെ നശിപ്പിക്കാനോ, അത് നിങ്ങളുടെ ശുശ്രൂഷയെ നശിപ്പിക്കാനോ അല്ല, അതിനെ വർദ്ധിപ്പിക്കുവാനത്രേ, അത് വർദ്ധിക്കുവാനത്രേ, പെരുകുവാനത്രേ. ദൈവത്തിൻ്റെ ശബ്ദമായി നിങ്ങളിത് എടുത്തുകൊള്ളുക. നിങ്ങൾ വർദ്ധിക്കും, നിങ്ങൾ വളരും, നിങ്ങളുടെ സഭ വളരും, നിങ്ങളുടെ സ്വാധീനം അത് വർദ്ധിക്കും, നിങ്ങൾ നിറയും. നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങളുടെ അഭിഷേകം, നിങ്ങളുടെ സഭയുടെ വളർച്ച, വിശ്വാസികൾ
അത് വർദ്ധിക്കും. ശക്തി വർദ്ധിക്കും. അത്ഭുതങ്ങൾ വർദ്ധിക്കും. അത്ഭുതങ്ങൾ വർദ്ധിക്കും. ഇതൊരു പ്രവചനമാണ്. നിങ്ങളുടെ അത്ഭുതങ്ങൾ പെരുകും. നിങ്ങളുടെ മഹത്വം വർദ്ധിക്കും. പാസ്റ്റർമാരെ, എന്നെ വിശ്വസിക്കുക. നിങ്ങളുടെ എല്ലാ പരാജയങ്ങളും അത് ജയക്കൊടിയായി മാറും. ഉറക്കെ പറഞ്ഞാട്ടെ, ഞാൻ വളരുന്നു, ഞാൻ വർദ്ധിക്കുന്നു, ഞാൻ പെരുകുന്നു. ഒരു പിശാചിനും എന്നെ ചുരുക്കിക്കളയാൻ കഴിയില്ല. ഇവിടെ വളരെ ശക്തന്മാരായ അപ്പോസ്തലന്മാർ ഇരിപ്പുണ്ട്. ശക്തമായ അത്ഭുത ശക്തിയാൽ നിറഞ്ഞവർ. എന്നെ വിശ്വസിച്ചാട്ടെ. മഹത്വ മേഘം, ആ തേജസ്സിൻ്റെ മേഘം നിങ്ങളെ മൂടുന്നു. നിങ്ങൾ ആ തേജസ്സിൻ്റെ മേഘത്തിൻ്റെ കീഴിലാണ്. Kiri bahal barakatullah masakala taraba. നിങ്ങളുടെ ജീവിതത്തിലുള്ള ദൈവ തേജസ്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, നിങ്ങളുടെ ജീവിതത്തിന്മേലുള്ള ആ ശക്തി അത് കാത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. വിശപ്പുള്ളവരായിരിക്കാൻ നിങ്ങൾക്ക് വേണ്ടി അത് കാത്തിരിക്കുന്നു. അതേ എന്ന് നിങ്ങൾ പറയുന്നതിന് വേണ്ടി കാത്തിരിക്കുന്നു. നിങ്ങൾക്കായി കാത്തിരിക്കുന്നു. ആ ശക്തിക്കായി വിശപ്പുള്ളവരായിരിക്കാൻ. നിങ്ങളതിന് തയ്യാറാകുന്ന നിമിഷം സ്വർഗം നിങ്ങളുടെ ശുശ്രൂഷയെ താങ്ങും. നിങ്ങളുടെ സഭ പെരുകും. അത്ഭുതങ്ങൾ പെരുകും. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ മരിച്ചവരെ ഉയർപ്പിക്കും. നിങ്ങൾ മരിച്ചവരെ ഉയർപ്പിക്കും. നിങ്ങളുടെ ഉള്ളിൽ ആ ശക്തിയുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ ആ തേജസ്സുണ്ട്. നിങ്ങളുടെ നാഴിക വന്നിരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം ആരംഭിക്കുന്ന നാഴിക വന്ന് ഇനി കാലതാമസമില്ല.
കരങ്ങളെ ഉയർത്ത് ദൈവത്തോട് പറഞ്ഞാട്ടെ, കർത്താവേ ഞാൻ തയ്യാറാണ്, ഞാൻ അത്ര വിശപ്പുള്ളവനായിരിക്കുന്നു, അസാധാരണ കാര്യങ്ങൾക്കായി ഞാൻ വിശപ്പുള്ളവനായിരിക്കുന്നു, അങ്ങേക്കായി ഞാൻ വിശപ്പുള്ളവനായിരിക്കുന്നു. മറ്റൊന്നും എന്നെ തൃപ്തിപ്പെടുത്തുകയില്ല, ഒന്നിനും കഴിയില്ല. എനിക്ക് അങ്ങേ വേണം, എനിക്ക് അങ്ങയുടെ ശക്തി വേണം, എനിക്ക് അങ്ങയുടെ മഹത്വം വേണം, എനിക്ക് അങ്ങേ ആവശ്യമാണ്. എന്നെ ഉപയോഗിക്കുക. ഈ അന്ത്യകാലത്ത് അത്ഭുതങ്ങളാലും മരിച്ചവരെ ഉയർപ്പിച്ചുകൊണ്ടും രോഗികളെ സൗഖ്യമാക്കിക്കൊണ്ടും സൃഷ്ടിപ്പിൻ്റെ വലിയ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ടും അങ്ങയുടെ മഹത്വം എന്നിലൂടെ ഒഴുകട്ടെ. അങ്ങയുടെ മഹത്വം ഒഴുകട്ടെ. എന്നിലൂടെ അങ്ങയുടെ മഹത്വം ഒഴുകട്ടെ. ദയവായിട്ട് എന്നെ ശ്രദ്ധിക്കുക, നിങ്ങൾ കടന്നുപോയ എല്ലാ കഷ്ടതകളും, എല്ലാ ഉപദ്രവങ്ങളും, എല്ലാ പീഡനങ്ങളും, എല്ലാ പരാജയങ്ങളും, എല്ലാ പൈശാചിക പോരാട്ടങ്ങളും, നിങ്ങൾ ചിന്തിച്ചത് എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത് എന്നാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, എന്തുകൊണ്ടായിരുന്നു ആ പീഡനങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചത് എന്തിനെന്ന് ചോദിച്ചാൽ, നിങ്ങളെ മഹത്വം വഹിക്കുന്നവരാക്കി തീർക്കുവാനത്രേ. ഒരു ദിവസം വരും, അന്ന് നിങ്ങൾ പറയും, അണ്ണാ ഞാൻ ഒരുപാട് അന്ധകാരം നിറഞ്ഞ സ്ഥലത്തൂടെ പോയി, ഇപ്പോൾ ഞാൻ തിരിച്ചു പോയി നോക്കിക്കഴിഞ്ഞാൽ ഞാൻ അനുഭവിച്ച മഹത്വം, ഞാൻ കണ്ട അത്ഭുതങ്ങൾ, ഞാൻ ആ വളർന്ന ശുശ്രൂഷകൾ, അതിനു വേണ്ടിയാണല്ലോ ദൈവം എന്നെ ഇവിടെ കൊണ്ടുവന്നത്, അതിനു വേണ്ടിയാണല്ലോ ദൈവം എന്നെ തകർത്തത്. ഇപ്പോൾ ആ മഹത്വം ഒഴുകുന്നു, ആ ശക്തി ഒഴുകുന്നു, ആളുകൾ എൻ്റെ അടുക്കിലേക്ക് ഓടി വരുന്നു, എൻ്റെ ശുശ്രൂഷ വളരുന്നു. നിങ്ങളത് പറയും. റക്കബൽ കശകതറ ബ്രഹൽ ബെറെൻത്രേ അൽബറഹൻ തറബലഹ തറബഹൽ കറഹൽ ബറഹൻ തറബ. നിങ്ങളുടെ പരാജയങ്ങൾ പോലും പലപ്പോഴും നിങ്ങൾ പരാജയപ്പെട്ടു. നിങ്ങളത് ഒരു കാര്യം കാണിക്കാൻ വേണ്ടിയാണ്, നിങ്ങളൊന്നുമല്ല, അത് നിങ്ങളുടെ അഹംഭാവത്തെ തകർത്തു. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോ ദൈവത്തിൻ്റെ തേജസ്സോ അത് നിങ്ങളിൽ നിന്ന് പുറത്തു വരും, ഒരു സുനാമിയെ പോലെ. നന്ദി പരിശുദ്ധാത്മാവേ. സഹോദരന്മാരെ എന്നെ വിശ്വസിക്കുക, സഹോദരിമാരെ എന്നെ വിശ്വസിക്കുക. നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന തീ അതിന് എല്ലാ തടസ്സങ്ങളെയും, നിങ്ങളുടെ ജീവിതം മുൻപാകെയുള്ള തടസ്സങ്ങളെ ദഹിപ്പിക്കാൻ കഴിയും. പരിശുദ്ധാത്മാവിൻ്റെ തീ എല്ലാ തടസ്സങ്ങളെയും അത് തകർക്കും, സകല തടസ്സങ്ങളെ കരുത്തി ചാമ്പലാക്കും. നിങ്ങൾ ഓടിക്കൊണ്ടേയിരിക്കും. ആളുകൾ നിങ്ങളുടെ അടുക്കിലേക്ക് ഓടി വരും. നന്ദി പരിശുദ്ധാത്മാവേ.
പിതാവേ, ഞാൻ നന്ദി പറയുന്നു. അങ്ങ് ഇവിടെ ഉള്ളതിനാൽ സ്തോത്രം. അങ്ങയുടെ ഹൃദയം ഇവിടെ ഉള്ളതിനാൽ സ്തോത്രം. അനുഗ്രഹങ്ങളുടെ ഐശ്വര്യങ്ങൾ ഇവിടെ ഉള്ളതിനാൽ സ്തോത്രം. അങ്ങയുടെ തേജസ് ഇവിടെ ഉള്ളതിനാൽ സ്തോത്രം. എന്തൊരു ഭാഗ്യമാണത്. അങ്ങ് ഇവിടെ ഞങ്ങളുടെ ഇടയിൽ ആക്കിയിരിക്കുന്നു എന്നത് എത്ര വലിയ ഭാഗ്യമാണ്. ആളുകൾ, വലിയൊരു മനുഷ്യൻ വരുമ്പോൾ ആളുകൾ സന്തോഷിക്കുന്നു. ഒരു MLA യോ MP യോ വരുമ്പോൾ അവർ സന്തോഷിക്കുന്നു. അവർക്ക് ഒരുപാട് അഭിമാനം തോന്നുന്നു. ഒരു മന്ത്രി ഇവിടെ വന്നാൽ ആളുകൾക്ക് ഒരുപാട് മാനം ലഭിച്ചതുപോലെ തോന്നുന്നു. എന്നാൽ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായവൻ, സ്വർഗത്തിനും ഭൂമിക്കും അധികാരിയായവൻ, തേജസ്സിൻ്റെ ദൈവം നമ്മുടെ ഇടയിലുണ്ട്. എന്തൊരു ഭാഗ്യം, എന്തൊരവകാശം, എന്തൊരവകാശം. നാം അതിനെ ആരാണ്? എന്നിട്ടും നമുക്ക് എന്തൊരു ഭാഗ്യം. നമ്മൾ ആരായതുകൊണ്ടാണ്? ഒന്നുമല്ല. അങ്ങേക്ക് കോടാനുകോടി സ്തോത്രം, കോടാനുകോടി സ്തോത്രം, കോടാനുകോടി സ്തോത്രം, കോടാനുകോടി സ്തോത്രം, കോടാനുകോടി സ്തോത്രം. നന്ദി, നന്ദി. ആമേൻ. എനിക്കറിയാം, ഞാൻ നിങ്ങളോട് സാക്ഷ്യം പറഞ്ഞാൽ നിങ്ങളെല്ലാവരും പലരിലും വളരെ ശക്തമായ അനുഭവത്തിലൂടെ കടന്നുപോയി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ അതിന് സമയമെടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒന്ന് ദയവായി മനസ്സിലാക്കുക, 1 മാസമായി നിങ്ങളിവിടെയുണ്ട്. എല്ലാവർക്കും ഇരിക്കാം. കസേരകളെല്ലാം ക്രമീകരിച്ച് നിങ്ങളുടെ ഇരിപ്പിടത്തിലിരിക്കുക. നിങ്ങൾക്കറിയാം, ഏറ്റവും നല്ല പ്രാർത്ഥന നിങ്ങൾ എന്തെങ്കിലും സംസാരിക്കുമ്പോഴല്ല, വെറുതെ ഇരുന്ന് ദൈവത്തെ ആസ്വദിച്ചാൽ മാത്രം മതി. ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് പോകുമ്പോൾ, ഇപ്പോൾ 98-99 വയസ്സായ സെക്കൻഡ് എൻ്റെ അമ്മയ്ക്ക് മുന്നത്തെ പോലെ സംസാരിക്കാറുണ്ട്. പക്ഷേ പഴയതുപോലെയല്ല. എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അതാണ് എൻ്റെ അമ്മയുടെ സന്തോഷം. എൻ്റെ പിതാവ് മരണത്തിന് മുന്നേ വരെ ഞാൻ ചെല്ലുമ്പോൾ എന്നെ ഇങ്ങനെ ആഴത്തിൽ നോക്കിക്കൊണ്ടിരിക്കും. നിങ്ങളിങ്ങനെ അതേപോലെ ഇരുന്നിട്ട് നിങ്ങളെപ്പോഴെല്ലാം ദൈവസന്നിധിയിലേക്ക് പോകുമ്പോൾ ഒരു പട്ടിക വരും. Pray for India, pray for God, pray for this, pray for this, pray for children, pray for family, pray for... എപ്പോഴെല്ലാം നിങ്ങൾ ദൈവസന്നിധിയിലെടുത്ത് പോകുമ്പോൾ നിങ്ങൾ പറയും, നിങ്ങളുടെ മകന് വേണ്ടി, മകൾക്ക് വേണ്ടി, ഇന്ത്യക്ക് വേണ്ടി പല കാര്യങ്ങളും പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. ദൈവം പറയും, ഇവൾ എൻ്റെ അടുത്ത് വരുമ്പോൾ അവന് വേണ്ടി, അവൾക്ക് വേണ്ടി ഞാനൊരു ഷോപ്പ് കീപ്പറിനെ പോലെ, കച്ചവടക്കാരനെ പോലെ 1 കിലോ ശക്തി ഇതെല്ലാം കൊടുക്കാൻ വേണ്ടി ലിസ്റ്റിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. 2 കിലോ സ്നേഹം. ചില സമയമുണ്ട് ദൈവം പറയും, എന്തിനാ നീ വന്നത്? എന്തിനാ ചോദിച്ചത്? അങ്ങയെ കാണാനാന്ന് മാത്രം പറഞ്ഞാൽ മതി. അത്ഭുതങ്ങൾ അങ്ങ് അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കേണ്ട. നിങ്ങൾ അത്ഭുതം പ്രവർത്തിക്കുന്നവനെ നിങ്ങൾ അന്വേഷിക്കുക, അത്ഭുതത്തെ അല്ല. നിങ്ങൾക്ക് പാചകം ചെയ്യുന്നത് കൊണ്ടല്ല നിങ്ങൾ ഒരാളെ കല്യാണം കഴിച്ചത്. എന്തെങ്കിലും നിങ്ങൾ കൊണ്ടുതരുമെന്ന് വിചാരിച്ചല്ല നിങ്ങൾ ഒരുവനെ കല്യാണം കഴിച്ചത്. അതല്ല, അതിനു വേണ്ടിയല്ല. ഒരുമിച്ചായിരിക്കാൻ അത്രേ. നിങ്ങളിതുപോലെ ഇരിക്കുമ്പോൾ നിങ്ങൾ അങ്ങനെ ഇരുന്നിട്ട് ഒരു വരി നിങ്ങൾ പാടിയാൽ മതി. 1 മണിക്കൂർ അങ്ങയുടെ സ്നേഹം അതിമനോഹരം, അങ്ങയുടെ സ്നേഹം അത് മനോഹരം, അങ്ങയുടെ സ്നേഹം. നിങ്ങളുടെ ഉള്ളിൽ രോമാഞ്ചം ഉണ്ടാകാനിടയാകും. അത് അവനെ
ഈ പുരുഷന്, ഈ സ്ത്രീക്ക് എൻ്റെ സ്നേഹത്തെ പ്രശംസിക്കാനാണ് അവരെന്നെ കാണാൻ വന്നത് എന്ന് ദൈവം മനസ്സിലാക്കും. ആമേൻ. ദൈവം ആ സ്നേഹത്തെ, ആ ഒരു ഉത്സാഹത്തെ കാണുമ്പോൾ അത്, ആ സന്തോഷം അവന് ഒരുപാട് ത്രസിപ്പിക്കും. അങ്ങനെ വരുമ്പോൾ ആ സ്വർഗത്തിലിരിക്കുന്ന ഒരു തറഭാഗമുണ്ട്. ആ തറഭാഗം ഒന്ന് തകർന്നിട്ട് സ്വർഗത്തിലുള്ള സകലത് നിങ്ങളുടെ മേൽ വന്ന് പതിക്കുവാനിടയാകും. ആമേൻ. ദൈവം ഇരിക്കുന്ന സിംഹാസനം പോലും വന്ന് നിങ്ങളുടെ മേലിലേക്ക് വന്ന് വീഴും. ദൈവം സ്നേഹിതന്മാരെയാണ് അന്വേഷിക്കുന്നത്. സ്നേഹിതന്മാർ. ആ മാധുര്യമുള്ള മുഖത്തിനായി നന്ദി. തങ്ങളുടെ വികാരങ്ങൾ നല്ല രീതിയിൽ പ്രകടമാക്കുന്നവർ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ചില ആളുകൾ പറയും, ഓ ഞാൻ നിങ്ങളുടെ സ്നേഹത്തെ ആസ്വദിക്കുന്നു, ഞാനങ്ങ് ശാന്തമായി ആസ്വദിക്കുമെന്ന് പറയും. അവരൊന്നും വികാരമില്ലാത്തവരാണെന്ന് പറയും. നല്ല ഒരു ഉണക്ക വിറകെടുത്തിട്ട് അവരും തൊട്ട് നോക്ക്, വികാരം തന്നെ വന്നോളും. അപ്പം അടങ്ങിയിരിക്കില്ല. ആ സമയത്ത് എല്ലാ വികാരങ്ങളും പുറത്തു വന്നോളും. ഒരു വിറകെടുത്ത് അടിച്ചാൽ മതി. മനുഷ്യന് വികാരങ്ങൾ ഉണ്ട്. നിങ്ങൾ വികാരമില്ലാത്തൊരു ജീവിയാണെന്ന് പറയരുത്. നിങ്ങൾ യൗവനത്തിലായിരുന്നപ്പോൾ എങ്ങനെയായിരുന്നു? ചെറിയ കാര്യങ്ങൾക്ക് പോലും നിങ്ങൾ ചിരിച്ചില്ലേ? നിങ്ങൾ വളരെ യൗവനത്തിലായിരുന്നപ്പോൾ നിങ്ങളെ ഒന്ന് പിടിച്ചിരുത്താൻ തന്നെ ആളുകൾ കഷ്ടപ്പെട്ടില്ലേ? പക്ഷെ ഇപ്പോഴെന്തായി? ജീവിതത്തിലെ പ്രശ്നങ്ങൾ, പാപത്തിൻ്റെ ശക്തി, കഠിനത, കയ്പ്, നിരാശ, ഇതെല്ലാം, മുറിവുകൾ, പ്രലോഭനങ്ങൾ, പരാജയങ്ങൾ, ഇതെല്ലാം നിങ്ങളെ ഒരുപാട് അടിമത്തങ്ങളും നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കി ഇപ്പോൾ ഒരു ഗബ്രിയേൽ ദൂതൻ വന്നാലും ഗബ്രിയേലോ ശരി എന്ന് പറഞ്ഞ പോലെ ഇരിക്കും. ഞാൻ ഗബ്രിയേലാണെന്ന് വെച്ചാൽ, ഓ ഗബ്രിയേലാണോ, ശരി ശരി ശരി. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ 14-ാമത്തെ വയസ്സിൽ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചതാണ്. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പോരാട്ടങ്ങളുണ്ടായിരുന്നു. ഞാൻ കടന്നുപോയിരിക്കുന്ന മുറിവുകൾ, വേദനകൾ, പ്രലോഭനങ്ങൾ, സകലതും. ശത്രുവിന് എന്നെ കണ്ടാൽ ഒരുപാട് സന്തോഷമാണെന്നാണ് നിങ്ങളുടെ വിചാരം. നിങ്ങൾ എൻ്റെ ഹൃദയം നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് മുറിവുകളും വേദനകളും നിരാശകളും ഒക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും. എന്നാൽ സ്വർഗീയ തൈലത്താൽ അതെല്ലാം സൗഖ്യമാക്കപ്പെടുന്നു. എന്നാൽ ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയട്ടെ. ഇപ്പോഴും ഞാനൊരു ശിശുവിനെ പോലെ ദൈവം മുൻപാകെ ആയിരിക്കുന്നു. ഞാൻ ചിരിക്കും, ഞാൻ തുള്ളിച്ചാടും, ഞാൻ ഓടും, ഞാൻ കുതിച്ച് ചാടും, ഞാൻ അടിക്കും. ഞാൻ എൻ്റെ വികാരങ്ങളെ ഇപ്പോഴും സ്വതന്ത്രത്തോടെ ദൈവത്തിനായി വെച്ചിരിക്കുന്നു. ചില പ്രസംഗകന്മാർ ഒരുപാട് ലജ്ജയുള്ളവരായിരിക്കുന്നു. ഒരു പ്രസംഗകൻ ഒരുപാട് സ്വാതന്ത്ര്യത്തോടെ അവന് കരയാൻ കഴിയണം. അണ്ണ ഞാൻ കരയാറില്ല അണ്ണ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ചുറ്റിക വേണം. എല്ലാവരും ഒരുപാട് വേദനയിലൂടെ കടന്നു പോകും. നമ്മളെല്ലാവരും നിരാശയുള്ളവരാകുന്നു. എല്ലാവരും ഏകാന്തത അനുഭവിക്കുന്നവരാണ്. എല്ലാവരും അതിലൂടെ കടന്നു പോകുന്നു. എന്നാൽ നിങ്ങളത് ദൈവത്തിങ്കിലേക്ക് പകരുമ്പോൾ, പരിശുദ്ധാത്മാവിനെ അനുവദിക്കുമ്പോൾ, അവൻ്റെ ആശ്വാസം നിങ്ങളിലേക്ക് വരും, അവൻ്റെ സ്വാതന്ത്ര്യം നിങ്ങളിലേക്ക് വരും. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾക്ക് 98 വയസ്സായിരുന്നാലും ആ സമയത്തും നിങ്ങൾ 9 വയസ്സുള്ള ശിശുവിനെ പോലെ ആയിരിക്കാൻ, ദൈവം മുൻപാകെ നിങ്ങൾക്ക് അങ്ങനെ ആയിരിക്കാൻ കഴിയും. ദൈവത്തിന് അങ്ങനെയുള്ള ശൈശവത്തിലുള്ള പോലെയുള്ള ആ ഉത്സാഹം ദൈവത്തിന് ഇഷ്ടപ്പെടുന്നു. അണ്ണാ ഞാൻ പക്വതയിലായില്ലേ എന്ന് പറഞ്ഞിട്ട്, എന്ത് പക്വത? ഞാനിപ്പോൾ അണ്ണ വികാരങ്ങൾ ഇങ്ങനെ കാണിക്കാറില്ല. അതല്ല പക്വത, എന്നാൽ അത് അവൻ്റെ കഠിനതയാണ് കാണിക്കുന്നത്. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ അനുവദിച്ചാൽ അവൻ നിങ്ങളോട് ഒഴുകുവാനിടയാകും. ഞാൻ വേദപുസ്തകം വായിക്കുമ്പോൾ ഞാൻ കരയാറുണ്ട്. ഒരുപാട് ഞാൻ കരയാറുണ്ട്. ഞാൻ വേദപുസ്തകം വായിക്കുമ്പോൾ ഒരുപാട് കരയാറുണ്ട്.
അണ്ണ എന്തുകൊണ്ടാണ് ഞാൻ കരയാത്തത്? നിങ്ങൾക്കറിയാം എന്തുകൊണ്ടാണെന്ന്. നന്ദിയില്ലാത്ത അല്ലെങ്കിൽ ക്ഷമിക്കാൻ കഴിയാത്ത ഒരവസ്ഥ. എനിക്ക് ആ വ്യക്തിയോട് ക്ഷമിക്കാൻ കഴിയുന്നില്ല, അത് നിങ്ങളെ കഠിനമാക്കുന്നു. എന്താണ് സംഭവിച്ചു പോയത്? അവൾ എന്നോട് എന്താ ചെയ്തത്, അവൻ എന്നോട് ചെയ്തത്, അവർ എന്നോട് ചെയ്തത്, അത് മനസ്സിൽ അങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്ന അസംബന്ധം. എന്തുകൊണ്ട് നിങ്ങൾ ദൈവം ചെയ്തത് ചിന്തിക്കുന്നില്ല? യോസെഫ് അവൻ്റെ സഹോദരന്മാരെല്ലാം എന്തൊരു ഉപദ്രവമാണെന്ന് നോക്കുക. അവർക്ക് ഭക്ഷണം കൊടുക്കാൻ പോയതാണ്. നടന്ന് ചേട്ടാ 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 എവിടെയാണ് ചേട്ടന്മാരെ എന്ന് പറഞ്ഞ് അന്വേഷിച്ച് നടന്നു. സൂര്യൻ അസ്തമിച്ചതിന് ശേഷം എന്തൊക്കെയോ മുഴങ്ങുന്നു. ദേശങ്ങൾ മാറി മാറി അവൻ നടന്നു. അവൻ പോയപ്പോൾ അത് തിരുവള്ളൂരിൽ നിന്ന് പൂണ്ടിക്ക് വരുന്ന ദൂരമല്ല. ഇടയന്മാർ ആടുകളെ എവിടെയെല്ലാം പുല്ല് ലഭിക്കും അവിടേക്കെല്ലാം കൊണ്ടുപോകും. യോസേഫ് ചെന്നപ്പോൾ സാധാരണ സ്ഥലത്തെല്ലാം എപ്പോഴും കാണപ്പെടുന്ന സ്ഥലത്ത് ചെന്ന് അവരുടെ സഹോദരന്മാർ അവിടെ ഉണ്ടായിരുന്നില്ല. എൻ്റെ സഹോദരന്മാർ എവിടെയാണെന്ന് പലരോടും അവൻ ചോദിച്ചു. അവരെല്ലാവരും ഇപ്പോഴാണ് ഇവിടുന്ന് കടന്നു പോയത് എന്ന് യോസേഫിനോട് പറഞ്ഞു. അടുത്ത സ്ഥലത്തേക്ക് അവരുടെ പുറകെ അവൻ ഓടിച്ചെന്നു. അപ്പോൾ എത്ര നല്ല മധുരമുള്ള ഹൃദയമാണ് യോസേഫിനുണ്ടായിരുന്നത്. സഹോദരന്മാർ അവനോട് സംസാരിക്കുന്ന പോലുമില്ല. അവനെ വെറുത്തു. എന്നാലും പിതാവ് പറഞ്ഞു, നിൻ്റെ സഹോദരന്മാർക്ക് ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞു. അതാണ് ദൈവം. അവർ നിങ്ങളെ വെറുക്കും, അവർ നിങ്ങളെ മുറിവേൽപ്പിക്കും, അവർ നിങ്ങളെ ഒന്നുമില്ലെന്ന് പറയും. പക്ഷെ അപ്പോഴായിരിക്കും പറയും പണം അയക്കാൻ പറയും. ദൈവം പറയും അവർക്ക് പണം കൊടുക്കാൻ പറയും, അവർക്ക് ബിരിയാണി വെച്ച് കൊടുക്കാൻ ക്ഷണിക്കാൻ പറയും. പിശാച് പറയും അവർ തിരിച്ചറിയട്ടെ, നീ കൊടുക്കണ്ട, കാത്തിരിക്കാൻ പറയും പിശാച്. അത് നിങ്ങളെ തടസ്സപ്പെടുത്തി കളയും. പ്രത്യേകിച്ചൊരു പാസ്റ്റർ ഏറ്റവും അധികം മുറിവേൽക്കപ്പെട്ടവനാണ്. അവൻ പ്രവർത്തിക്കുന്നു. പെട്ടെന്ന് ഒരു ദിവസം ആളുകൾ വന്നിട്ട് പറയും, പാസ്റ്ററെ ദൈവം മറ്റൊരു സഭയിലേക്ക് പോകാൻ പറഞ്ഞു. ഈ മനുഷ്യനാണെങ്കിൽ 10 വർഷം 20 വർഷം അവർക്ക് വേണ്ടി ചെലവഴിച്ച സമയമെല്ലാം അതോടുകൂടി തീർന്നു പോകും. നോക്കുക, ഇതാ ബിരിയാണി, ബീഫ്, മട്ടൺ, ചിക്കൻ എന്ന് പറഞ്ഞ എല്ലാ ഭക്ഷണവും കൊണ്ട് കൊടുക്കും. അവരെല്ലാം വന്ന് എടുത്തോളാൻ പറയും. എന്നിട്ടും യോസേഫിനെ അവർ കെട്ടിയിട്ടു. അവൻ അടിച്ചു. അവൻ അലറി, ചേട്ടാ ഞാൻ നിങ്ങൾക്ക് ഭക്ഷണമല്ലേ കൊണ്ടുവന്നത്, എന്താ സഹോദരന്മാർ ഇങ്ങനെ ചെയ്യുന്നത്? യോസേഫിന് തൻ്റെ സഹോദരന്മാരും കോപാകുലന്മാരും അവനോട് കൈപ്പുള്ളവനാണെന്ന് അവൻ അറിഞ്ഞില്ല. അവൻ അത്രയും നിഷ്കളങ്കനായതുകൊണ്ട് ചില ആളുകൾ ധ്യാനിക്കുന്ന ആളുകൾ എന്നോട് എന്തൊക്കെയാണ് ചെയ്തത് എന്ന് ചിന്തിച്ചതുപോലെ അവനെ പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞു. ഒരുപാട് ആഴമുള്ള ഒരു കിണർ. ശരിക്കും പറഞ്ഞാൽ അവനെ കൊല്ലാനാണ് അവർ ഭാവിച്ചത്. എനിക്കിഷ്ടപ്പെട്ട ഒരു കാര്യം നോക്കുക, അവൻ പൊട്ടക്കിണറ്റിൽ കിടക്കുമ്പോൾ അവൻ കൊണ്ടുവന്ന ഭക്ഷണം അവൻ്റെ സഹോദരന്മാർ കഴിച്ചുകൊണ്ടിരിക്കുന്നു. വേദപുസ്തകം പറയുന്നത് അവൻ നിലവിളിച്ചു എന്നാണ് പറയുന്നത്. അവൻ പൊട്ടക്കിണറ്റിൽ നിലവിളിക്കുമ്പോൾ അവർ സഹോദരന്മാർ കൊണ്ടുവന്ന ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നു. അവർ പറഞ്ഞു അവൻ അത് ചെയ്തു, ഇത് ചെയ്തു. ദയവായിട്ടൊരു കാര്യം മനസ്സിലാക്കുക, ഈ കാര്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ കഠിനപ്പെടുത്തും. ഞാൻ കാണുന്നു ഇവിടെ നല്ല രീതിയിൽ പ്രതിഫലിക്കുന്നവരുണ്ട്. ഉടനെ നിങ്ങൾ അഭിഷേകം അങ്ങനെ എടുക്കുന്നുണ്ട്. ചില ആളുകൾക്ക് അത് കഴിയുന്നില്ല. ഞാൻ നിങ്ങളെക്കുറിച്ച് ദയവ് തോന്നുന്നു. എന്തെന്നാൽ നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എപ്പോഴും നിങ്ങൾ പിടിച്ചു വച്ചിരിക്കുന്ന കളഞ്ഞിട്ടില്ല. തെറ്റായ ബന്ധങ്ങൾ പോലും നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കും. ഇപ്പോൾ ചിന്തിക്കേണ്ടത് ഇങ്ങനെയാണ്, ഞാൻ ആ മഹത്വം എടുക്കാൻ പോകുന്നു, അതോ ഇത് ഞാൻ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്നു? ഇന്ന് നിങ്ങൾ തീരുമാനിക്കുക. നിങ്ങൾ അങ്ങനെ തീരുമാനിക്കുമ്പോൾ ദൈവത്തിന് ഒഴുകുവാൻ കഴിയും. നിങ്ങൾക്കെന്നെ മനസ്സിലാകുന്നുണ്ടോ? എത്ര പേര് പറയും അണ്ണൻ പറഞ്ഞ് പൂർണ്ണമായിട്ട് മനസ്സിലാകുന്നു എന്നിവർ കരങ്ങൾ ഉയർത്തിയാട്ടെ. ഏറ്റവും വലിയ അവകാശം എന്നതെന്നാൽ ദൈവം നിങ്ങളിലൂടെ ചലിക്കുന്നത് അത്രേ. അതിനേക്കാളും പ്രാധാന്യമുള്ളത് എന്തെങ്കിലും ജീവിതത്തിലുണ്ടോ? അവൻ നിങ്ങളുടെ കണ്ണിലൂടെ ചലിക്കുന്നത്, നിങ്ങളുടെ കൈകളിലൂടെ ചലിക്കുന്നത്. നിങ്ങൾക്കറിയാമോ? അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നറിയാമോ? നിങ്ങളുടെ വസ്ത്രങ്ങളെ പോലും ദൈവത്തിന് നിറയ്ക്കുവാൻ കഴിയും. എന്തൊരു ഭാഗ്യമാണത്! 15 നിമിഷത്തെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന്
കോടിക്കണക്കിന് മറ്റുള്ള ഏത് സാന്നിധ്യത്തെക്കാളും അധികം സന്തോഷം അതിന് നൽകുവാൻ കഴിയും. അതിനേക്കാളും വിലയേറിയത് അത്രേ. ആരോ വന്നു, ഇസ്മായേലിയർ അവിടെ വന്നു. അവർക്ക് യോസേഫിന് അവർ വിറ്റു. യോസേഫ് നിലവിളിച്ച് കരഞ്ഞുകൊണ്ടേയിരുന്നു. നിങ്ങൾക്കറിയില്ല, അവൻ പോത്തിഫേറിൻ്റെ ഭവനത്തിലിരുന്നും അവൻ കരഞ്ഞു. നിങ്ങൾക്ക് മുറിവേൽക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങളുടെ ഉള്ളിൽ ഒരു കയ്പുണ്ടെങ്കിൽ 80 വയസ്സുള്ളൊരു സ്ത്രീക്കും നിങ്ങളെ കൊണ്ട് പാപം ചെയ്യിക്കാൻ കഴിയും. കാരണം നിങ്ങൾ മുറിവേൽക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ മുറിവേൽക്കപ്പെട്ടാൽ നിങ്ങൾ വളരെ ബലഹീനരായിത്തീരും. ആത്മീകമായി അങ്ങനെ ആയിരിക്കും. നിങ്ങൾ വളരെ ആത്മീയമായി ബലഹീനരായിരിക്കുമ്പോൾ നിങ്ങൾക്ക് മദ്യപാനത്തിലേക്കും അശ്ലീല ചിത്രങ്ങൾ കാണണമെങ്കിലും യൂട്യൂബിലേക്കും ആവശ്യമില്ലാത്ത വൃത്തികെട്ടമായ സിനിമകൾ കാണാനും ഏതെങ്കിലും ഒരു സ്ത്രീ വരുമ്പോൾ അവളെ നോക്കി അതിലേക്ക് വീഴുവാൻ സാധ്യതയുണ്ട്. നിങ്ങൾ നേരെ വിടുകയില്ല. നിങ്ങളുടെ ഹൃദയം കഠിനപ്പെട്ട് കയ്പ്, മുറിവ്, പല കാര്യങ്ങളാൽ നിറയും. നിരുത്സാഹം, എന്തുകൊണ്ടാണ് എൻ്റെ പിതാവ് അങ്ങനെയായിരുന്നു, എൻ്റെ അമ്മ എന്തുകൊണ്ട് അങ്ങനെയായിരുന്നു, അവർ എന്തുകൊണ്ട് എനിക്ക് വിദ്യാഭ്യാസം തരാതിരുന്നത്, ഈ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ഹൃദയത്തെ കഠിനപ്പെടുത്തി മുറിവുകൾ വരും. മുറിവുകൾ വരുമ്പോൾ നിങ്ങൾ ബലഹീനരായിത്തീരും. നിങ്ങൾ ബലഹീനരായി തീർന്നാൽ ഏത് സ്ത്രീയോ ഏത് പ്രലോഭനമോ എന്തിലേക്കും നിങ്ങൾ അടിമപ്പെടാൻ സാധ്യതയുണ്ട്. എനിക്കിഷ്ടമുള്ള കാര്യം എന്താണെന്ന് ഞാൻ പറയട്ടെ. അവൻ കരഞ്ഞ് കൊണ്ട് നിലവിളിച്ചപ്പോൾ യോസേഫിന് ചിലത് നഷ്ടപ്പെട്ടു എന്ന് എങ്ങനെ മനസ്സിലായി? 30 വയസ്സ് കഴിഞ്ഞ് അവൻ വിവാഹിതനായി. 17-ാമത്തെ വയസ്സിൽ 17-20 വയസ്സിനിടയിലാണ് മറ്റുള്ള കാര്യങ്ങളെല്ലാം സംഭവിച്ചത്. ഇതിൻ്റെ ഇടയിൽ 10 വർഷത്തിലധികം വർഷം അടിമയായിരുന്നു. അതിനുശേഷം അവൻ വിവാഹിതനായി. ഒരു രാജകീയമായ വിവാഹമായിരുന്നു. 1-ാമത്തെ മകൻ വന്നു. അപ്പോഴാണ് അവൻ പറഞ്ഞത്, ദൈവം എൻ്റെ കുടുംബത്തെ, എൻ്റെ പിതൃഭവനത്തെ മറക്കുവാൻ ദൈവം ഇടയാക്കി. അത്രയധികം അവൻ പലതും നഷ്ടപ്പെട്ടത് അനുഭവിച്ചു കൊണ്ടേയിരുന്നു. 1-ാമത്തെ കുഞ്ഞ് വന്നപ്പോൾ, കർത്താവേ, എൻ്റെ ദൈവം എൻ്റെ പിതൃഭവനത്തെ മറക്കുവാനിടയാക്കി. എൻ്റെ സഹോദരന്മാർ ചെയ്തത്, എൻ്റെ പിതാവിനെ, എൻ്റെ സഹോദരന്മാരെല്ലാവരും എന്നെ മുറിവേൽപ്പിച്ചു. എൻ്റെ പിതാവിനെ എനിക്ക് നഷ്ടപ്പെട്ടു, എൻ്റെ അമ്മയിൽ എനിക്ക് നഷ്ടപ്പെട്ടു. ദൈവം ഇതെല്ലാം എനിക്ക് മറക്കുവാനിടയാക്കി. 1-ാമത്തെ മകന് മനാശെ എന്ന് പേരിട്ടു. മനാശെ എന്നാൽ അവൻ സകലതും എനിക്ക് മറക്കുവാനിടയാക്കി. നിങ്ങൾക്കത് സന്തോഷമുണ്ടോ? നിങ്ങൾ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തോ പശ്ചാത്തല ലോകത്തിലോ പോയി കഴിഞ്ഞാൽ നിങ്ങൾ പറയും, അവർ ചോദിക്കും എന്തുകൊണ്ടാണ് എങ്ങനെയെന്ന് പറഞ്ഞു. എൻ്റെ മുത്തശ്ശൻ അങ്ങനെയായിരുന്നു, എൻ്റെ അമ്മ അങ്ങനെയായിരുന്നു. എത്രത്തോളം കാലം അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. എല്ലാവരും പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നു. നിങ്ങൾ അതിന് മീറ്റിംഗ് വരുന്നു. നിങ്ങൾ ആ സമയത്തെല്ലാം ആ നദിക്കകത്ത് തൂവൽ പോലെയായിരിക്കും. ഏറ്റവും മുതിർന്നവരായിരിക്കും, ദേവദാസന്മാരായാലും ശരി, എല്ലാവരും ചിരിത്താലും മുതിർന്ന നേതൃത്വത്തിൽ ഇരിക്കുന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കും. നോക്കിക്കൊണ്ടിരുന്നാലും പ്രശ്നമില്ല. അവർ പറയും, എന്തിനവർ ചിരിക്കുന്നേ എന്നവർ പറയും. അത് വേദപുസ്തകത്തിലുണ്ടോ? ഇതെല്ലാം നിങ്ങളുടെ കഠിനപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഇതുപോലെയെല്ലാം സംസാരിച്ചു കൊണ്ടിരിക്കും. നിങ്ങൾ പറയും, ഈ സഹോദരൻ ഉരുളുന്നു, അത് ആത്മാവിലല്ല ജഡത്തിലാണെന്ന് പറയും. ജഡത്തിന് മാത്രമല്ല ഉരുളാൻ പറ്റൂ, ആത്മാവിന് ഉരുളാൻ പറ്റുമോ? അവൻ നൃത്തം ചെയ്യും, പറയും അത് ജഡത്തിലാണ് നൃത്തം ചെയ്യും. ജഡമില്ലാതെ എങ്ങനെ നൃത്തം ചെയ്യും? ആത്മാവിൽ നൃത്തം ചെയ്യാൻ പറ്റും, കാണണ്ടേ? ചില ആളുകൾ ഇങ്ങനെ വിമർശിച്ചു കൊണ്ടേയിരിക്കും, വിമർശകർ. ഞാൻ കരയുമ്പോൾ അവരെന്നെ നോക്കുകയില്ല. എന്തുകൊണ്ടാ ദൈവ സാന്നിധ്യത്തിൽ അണ്ണൻ ഷൂസ് ഇട്ട് നിൽക്കുന്നത്? അണ്ണൻ കരയുന്നതല്ല നോക്കുക. ഒരു സമയത്ത് ആരോ എന്നോട് ഇങ്ങനെ ചോദിച്ചു, അണ്ണാ എന്തുകൊണ്ടാ പുൾപിറ്റിൽ ഷൂസ് ഇട്ട് വരുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ദൈവം പുൾപിറ്റിൽ മാത്രമായിരുന്നെങ്കിൽ ഞാൻ ധരിക്കുകയില്ലായിരുന്നു. ദൈവം സഭയിൽ മാത്രമായിരുന്നെങ്കിൽ ഞാൻ
ഷൂസ് ഇടുകയില്ല എന്ന് പറഞ്ഞു. When God is living, ദൈവം എൻ്റെ ഉള്ളിൽ 24 മണിക്കൂറും ജീവിക്കുമ്പോൾ പിന്നെ ഞാൻ ചെരുപ്പിടാതെ നടക്കണോ 24 മണിക്കൂറും? so what I have to do അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്? without chapel? അപ്പോൾ നിങ്ങൾ പറയുന്നത് ലോകം മുഴുവൻ ഞാൻ ചെരുപ്പിടാതെ നടക്കണ്ടേ? ദൈവം എൻ്റെ ഉള്ളിലല്ലേ ജീവിക്കുന്നത്? These things ഈ കാര്യങ്ങളെല്ലാം the heart. പലരുടെ ഹൃദയത്തെ കഠിനപ്പെടുത്തുന്നു. അവർ വിമർശിച്ച് അവർക്ക് കുറവുകൾ മാത്രം കണ്ടെത്തിക്കൊണ്ടിരിക്കും. I'm walking with ഞാൻ ദൈവവുമായിട്ട് 50-55 പരം വർഷമായി നടന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ ആളുകളെ നോക്കി ഇതുവരെ വിമർശിച്ചിട്ടേ ഇല്ല. even what they do. അവരെന്തെങ്കിലും ചെയ്താൽ തന്നെ ഞാൻ പലപ്പോഴും വിശ്വസിക്കാറില്ല. ഞാൻ എൻ്റെ വായടച്ചിരിക്കും. ഞാൻ എൻ്റെ ആളുകളുമായിട്ട് അതിനെക്കുറിച്ച് കൂടി ആലോചിക്കും. വേദപുസ്തകം നോക്കണം, അത് വേദപുസ്തകത്തിൽ ശരിയാണോ? അവനങ്ങനെയാണ്, ആ ദൈവദാസനോ അവനങ്ങനെ, അവൻ വീണു, ആ ദൈവദാസനായ മുന്നേ പോലെ അല്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ഹൃദയം കഠിനപ്പെടുന്നു എന്ന് പറയുവാനിടയാക്കും. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? എന്താണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്? ഞാൻ ഇത് നിങ്ങളിൽ നിന്ന് പറിച്ചെടുക്കാൻ ആഗ്രഹിക്കും. എന്തെന്നാൽ നിങ്ങളിരിക്കുന്ന ഉറവ് അത് പൊങ്ങി വരുവാനിടയാക്കും. 300-ലധികം ആളുകൾ ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ എല്ലാവരും ആ തീയുടെ അനുഭവം പിടിച്ചെടുത്താൽ ലോകത്തിന് മുഴുവൻ മാറ്റമുണ്ടാകുവാനിടയാകും. We don't need anybody. വേറെ ആരും വേണ്ട, നിങ്ങൾ മതി. ഈ ഇന്ത്യക്ക് മുഴുവൻ നിങ്ങൾ മാത്രം മതി, അമേരിക്കയ്ക്ക് മുഴുവൻ നിങ്ങൾ മാത്രം മതി. നിങ്ങൾ തീയുടെ അനുഭവത്തിലായിരുന്നാൽ, നിങ്ങൾ ആ തേജസ്സിനെ വഹിച്ചാൽ, ആമേൻ. One person ഒരു വ്യക്തി with the glory on him, അവൻ്റെ മേലുള്ള തേജസ്സിനാൽ, ഫിലിപ്പോസിനെ നോക്കുക, kitchen man, അവൻ അടുക്കളയിൽ പ്രവർത്തിക്കുന്ന ചിക്കൻ മുറിച്ചുകൊണ്ടും കണക്കെഴുതുന്നവനായിരുന്നു. അവൻ ശമരിയിലേക്ക് പോയി. ശമരിയ പട്ടണം മുഴുവൻ ഇളകി മറിഞ്ഞു. നിങ്ങൾ ആ വ്യക്തിയാകുന്നു. നിങ്ങൾ get ready. നിങ്ങൾ അതിന് തയ്യാറായിക്കൊള്ളുക. നിങ്ങൾ ആ വ്യക്തിയാകുന്നു. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇത് മാത്രം മതി. For our whole nation. നമ്മുടെ ദേശങ്ങൾക്ക് ഇത് മാത്രം മതി. Jesus said, യേശു പറഞ്ഞു, laborers are few. വേലക്കാരോ ചുരുക്കം. Today, ഇന്ന് laborers are many. വേലക്കാർ അധികമായിരിക്കുകയാണ്. എന്നാൽ യേശു പറഞ്ഞ വേലക്കാരോ അവനെ പോലെയുള്ളവർ, അധികാരമുള്ളവർ, ശക്തിയുള്ളവർ, തേജസ്സുള്ളവർ, അത്ഭുതങ്ങൾ ഉള്ളവർ, മരിച്ചവരെ ഉയർപ്പിക്കുന്നവർ, രോഗികളെ സൗഖ്യമാക്കുന്നവർ. എവിടെയെല്ലാം നിങ്ങൾ പോകുന്നുവോ ലക്ഷക്കണക്കിന് ആളുകൾ ഓടി വരുവാനിടയാകും. That kind അങ്ങനെയുള്ള വേലക്കാർ ചുരുക്കം എന്നാണ് യേശു പറഞ്ഞത്. നിങ്ങൾ അതിനുള്ള വ്യക്തിയാകുന്നു. നിങ്ങൾ അതിനകത്തൊരു വ്യക്തി, നിങ്ങൾ അതിനുള്ള വ്യക്തിയാകുമോ? നിങ്ങൾ ആ വേലക്കാരായിരിക്കുമോ? ദൈവം നോക്കുന്ന വ്യക്തിയായിരിക്കുമോ? ദൈവം നോക്കുന്ന വ്യക്തിയായിരിക്കുമോ? ആമേൻ. നിങ്ങൾ അതേ എന്ന് പറഞ്ഞാൽ ദൈവം എപ്പോഴോ അതേ എന്ന് പറഞ്ഞിട്ടുണ്ട്. have you seen in a marriage? നിങ്ങൾ വിവാഹത്തിൽ കണ്ടിട്ടുണ്ടോ? Bride will be there. വരൻ അവിടെ ഉണ്ടാവും, വധു അവിടെ ഉണ്ടാകും. Pastor will say, പാസ്റ്റർ ഇങ്ങനെ പറയും, you are repeat. നിങ്ങൾ What is her name? അവളുടെ പേരെന്താണെന്ന് ചോദിക്കും. Benita. ബെനീറ്റ. Then the bride. Benita. വരനോട് വധുവിനോട് ചോദിക്കും, ബെനീറ്റ. അവിടെ പോയിട്ട് ചോദിക്കും, നിനക്ക് വിവാഹം ചെയ്യാൻ ഇഷ്ടമാണോ? എല്ലാ കാര്യങ്ങളും തയ്യാറിന് ശേഷം വീണ്ടും അവിടെ ചോദിക്കുകയാണ്, നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? നീ കല്യാണം കഴിക്കാൻ തയ്യാറാണോ? അവൻ പറയും, ഞാൻ നിന്നോട് കൂടെ ഉണ്ടാകും, ഞാൻ നിന്നെ വിവാഹിക്കും, ദുഃഖത്തിലും എല്ലാത്തിലും ഉണ്ടാകും. അതിനുശേഷം തിരിച്ചു പറയാൻ പറയും.
ഇപ്പോൾ വരൻ പറഞ്ഞു കഴിഞ്ഞു, ഞാൻ നിന്നോട് വിവാഹം കഴിക്കാൻ തയ്യാറാണ്, എൻ്റെ തേജസ് കാണിക്കാൻ തയ്യാറാണ്, നിന്നോട് കൂടെ നടക്കാൻ തയ്യാറാണെന്ന് നമ്മുടെ വരൻ പറഞ്ഞു കഴിഞ്ഞു. അത് താഴ്വര ആയിക്കൊള്ളട്ടെ, മലമുകളായിക്കൊള്ളട്ടെ, കഠിനതയുള്ള സ്ഥലമായിക്കൊള്ളട്ടെ, അന്ധകാരം നിറഞ്ഞ സ്ഥലമായിക്കൊള്ളട്ടെ, ഞാൻ തയ്യാറാണ് എന്ന് വരൻ പറഞ്ഞു. ഇപ്പോൾ വധുവിൻ്റെ വായുടെ അടുത്താണ് മൈക്കിരിക്കുന്നത്. എൻ്റെ കൂടെ വരാൻ നീ തയ്യാറാണ്? രണ്ടുപേരും അതേ എന്ന് പറയുന്നെങ്കിൽ നിങ്ങൾ ഒന്നായിരിക്കുന്നു. നീ അമാനുഷികമായ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ ആരംഭിക്കുക. നിങ്ങൾക്കറിയാമോ, സഹോദരന്മാർ വന്നപ്പോൾ എത്ര സഹോദരന്മാർ വന്നു യോസേഫിൻ്റെ അടുക്കിലേക്ക്? എല്ലാ സഹോദരന്മാരും വന്നു. അവൻ അവരുടെ മുമ്പിൽ അവൻ കരയാൻ തുടങ്ങി. കരഞ്ഞു. എല്ലാവരും പോവുക, പുറത്തു പോകാൻ പറഞ്ഞു. അവൻ വേറെ സ്ഥലത്ത് വേറിട്ട് പോയിരുന്നു. കരഞ്ഞു. അവൻ നിലവിളിച്ചു, ഉറക്കെ കരഞ്ഞു. എല്ലാ സഹോദരന്മാരും ഞെട്ടിപ്പോയി. എന്തുകൊണ്ടാണ് മിസ്രൈമിൻ്റെ അധിപൻ ഇത്രയധികം പ്രതാപമുള്ളവൻ എന്തിനാ കരയുന്നത്? ഞങ്ങളെല്ലാം ഇടയന്മാരല്ലേ? അവൻ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ യോസേഫാണ്, നിങ്ങൾ കൊല്ലാൻ ശ്രമിച്ച യോസേഫ് ഞാനാകുന്നു. അവർ ഞെട്ടിപ്പോയി. അവർ ഒരുപാട് ഞെട്ടിപ്പറച്ചു. എന്തെന്നാൽ ഈ യോസേഫിനെയാണോ? യോസേഫാണെങ്കിൽ ഞങ്ങളുടെ ജീവിതം തീർന്നു എന്ന് സഹോദരന്മാർ ചിന്തിച്ചു. എന്നാൽ അവർ വിറച്ചുകൊണ്ടിരുന്നപ്പോൾ എല്ലാവരും പോയി അവൻ ആലിംഗനം ചെയ്തു. അവർ ക്ഷമാപണം ഒന്നും ചോദിച്ചില്ല. ഈ വർഷങ്ങളെല്ലാം അവൻ ഒരംശം പോലും മുറിവിനെ അവൻ്റെ ഹൃദയത്തിൽ അനുവദിച്ചില്ല. അതായിരുന്നു അവൻ്റെ വിജയരഹസ്യം. എനിക്ക് മുറിവുകൾ വരുമ്പോൾ ഞാൻ കഷ്ടപ്പെടാറുണ്ട്. എൻ്റെ പ്രധാനപ്പെട്ട കരച്ചിൽ കർത്താവെ അവരെ ശിക്ഷിക്കണം എന്നല്ല. എൻ്റെ പ്രധാനപ്പെട്ട കരച്ചിൽ ഇതിനാണ്: എൻ്റെ ഹൃദയത്തെ അങ്ങ് വീണ്ടും മൃദുത്വമുള്ളതാക്കണേ. എൻ്റെ ഹൃദയം ഒരിക്കലും കഠിനപ്പെട്ടു പോകരുതേ. എനിക്ക് മുറിവിനാൽ ഒരിക്കലും ഞാൻ കയ്പുള്ളവനായി തീരരുതേ. യേശു മാധുര്യവാനാണ്. അങ്ങനെയെങ്കിൽ നിങ്ങൾക്കും കയ്പുള്ളവനായിരിക്കാൻ കഴിയില്ല. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുള്ള, കർത്താവേ, എൻ്റെ ഹൃദയം ഒരിക്കലും കയ്പുള്ളതായി തീരരുതേ. പല ആളുകൾ എന്നെ മുറിവേൽപ്പിച്ചിട്ടുണ്ട്. ഞാൻ അതിനാൽ മുറിവേൽക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നില്ല. എന്നെ ക്ഷമിക്കുക. ഒരിക്കലും ഇങ്ങനെയുള്ള കഠിനതയിലൂടെയോ കയ്പിലൂടെ പോകുവാൻ ഇടയാകരുതേ എന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഞാൻ പറയുന്നത് ശരിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ഹൃദയം കയ്പുള്ളതേ അല്ല. ആരോടും എനിക്ക് ഒരു കയ്പവുമില്ല. അതുകൊണ്ടാണ് നിങ്ങളിവിടെ ആയിരിക്കുന്നത്. യെസയ്ക്ക് കയ്പുള്ളവനായി തീർന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ബറാക്ക മിനിസ്ട്രിയെ ഉണ്ടാകില്ലായിരുന്നു. നിങ്ങൾക്കത് മനസ്സിലാകുന്നുണ്ടോ? എൻ്റെ ഒരു സഹോദരി, അവൾ അറിവില്ലാതെ, ഞങ്ങൾ അറിയാതെ വിവാഹം കഴിച്ചു. യൗവനകാലത്ത് ഞാൻ വളരെ കുറച്ച് അസൂയുള്ളവനും ഞാൻ പറഞ്ഞു, ഞാൻ ജീവിക്കുന്നിരുന്നുള്ള കാണാൻ എൻ്റെ സഹോദരിയെ കാണുകയില്ല എന്ന് പറഞ്ഞു. ഞാൻ എങ്ങനെയൊക്കെ ദൈവം ഉപയോഗിച്ചു കൊണ്ടിരുന്നു. നല്ല രീതിയിൽ എല്ലായിടത്തും ഞാൻ പോയിക്കൊണ്ടേയിരുന്നു. ആളുകൾ അനുഗ്രഹിക്കപ്പെടുന്നു. ഒരിക്കലും നിങ്ങൾ ചതിക്കപ്പെടരുത്. ദൈവം എനിക്കൊരു പുതിയ ദർശനം തരുവാനിടയായി, എന്നെ ഒരു മേധാവിയാക്കുവാനിടയായി. എനിക്കൊരു കാര്യം മനസ്സിലായി. ദൈവം എനിക്ക് ബറാക്കിയെക്കുറിച്ചുള്ള ദർശനത്തെ നൽകി. എപ്പോഴെല്ലാം ഞാൻ പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ ദൈവം പറയും, ആ സഹോദരിയെക്കുറിച്ച് നീ ഇപ്പോഴും കയ്പുള്ളവനായിരിക്കും. ഞാൻ പറഞ്ഞു, അവൾ ഞങ്ങളെ ചതിച്ചു, ഞങ്ങളോട് പറയാതെ പോയി വിവാഹം കഴിച്ചു. എൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് അവൾ ചിന്തിച്ചില്ല. എൻ്റെ സൽപ്പേരിനെ ബാധിച്ചു. ഞാൻ അങ്ങനെ ദൈവത്തോട് സംസാരിക്കാൻ തുടങ്ങി. ഒന്നും സംഭവിച്ചില്ല. ഒരു ദിവസം ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഞാൻ തയ്യാറാണ്.
ഞാൻ അവളെ സ്വീകരിക്കാം. എന്നോട് ക്ഷമിക്കണമേ കർത്താവേ എന്ന് പറഞ്ഞ് അങ്ങ് എന്നെ സഹായിക്കണമേ കർത്താവേ എന്ന് അണ്ണൻ പറഞ്ഞപ്പോൾ അടുത്ത ദിവസം വർഷങ്ങൾക്ക് ശേഷം എൻ്റെ സഹോദരി കുഞ്ഞിനെയും കൊണ്ട് വീട്ടിലേക്ക് വരുവാനിടയായി. If that has happened before, അത് കുറച്ച് I might have pushed her and said, ഇത് സംഭവിക്കുന്നതിന് മുമ്പേ ആ സഹോദരി വന്നിരുന്നെങ്കിൽ അണ്ണൻ അടിച്ച് പുറത്താക്കിയിരുന്നേനെ. പക്ഷേ ദൈവത്തോട് അനുവദിച്ചപ്പോൾ അതെല്ലാം നല്ല രീതിയിൽ അനുവദിക്കാനും ഇടയായി. ബറാക്കയുടെ ദർശനം സ്വീകരിക്കുവാനും ദൈവം ഇടയാക്കി. maybe many of you forgave. നിങ്ങളിൽ പലരെയോട് ക്ഷമിച്ചിട്ടുണ്ടാകാം. എന്നിരുന്നാലും ചിലർക്കെങ്കിലും Very high calling. ഒരു തകർക്കപ്പെടുന്ന അവസ്ഥയിലൂടെ പോയി ആ വലിയ വിളിയിലേക്ക്, അത്ഭുത വിളിയിലേക്ക് നിങ്ങൾ പോകേണ്ടതായിട്ടുണ്ടാകും. അതുകൊണ്ടായിരിക്കും ദൈവം ഇതിലൂടെ എന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പാസ്റ്റർമാർ ശ്രദ്ധിക്കണം, നിങ്ങളെ വിട്ടുപോയവരോട് നിങ്ങൾക്കൊരു മുറിവുണ്ടായിരിക്കും. നിങ്ങൾ അവരെ ക്ഷമിച്ച് അവരെ വിട്ടയക്കുക. നിങ്ങളുടെ ഹൃദയത്തിൽ വെച്ചുകൊണ്ടിരിക്കരുത്. ഈ ഉപദ്രവങ്ങളെല്ലാം നമുക്ക് അനുകൂലമായി പ്രവർത്തിക്കും, നമുക്ക് പ്രതികൂലമായി പ്രവർത്തിക്കുകയില്ല. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, ഞാൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന എല്ലാ കഷ്ടതകളും, ഞാൻ കടന്നുപോയ എല്ലാ ഏകാന്തതയും, ഞാൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന എല്ലാ മുറിവുകളും, ഞാൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന എല്ലാ നിരുത്സാഹവും, Night and day, അത് രാവും പകലും my calling, എൻ്റെ വിളിക്കായി, എൻ്റെ ഗുണത്തിനായി പ്രവർത്തിക്കുന്നു. അപ്പോൾ സഹോദരന്മാർ ഇത് കേട്ടപ്പോൾ യോസേഫിൻ്റെ മുമ്പിൽ നിലവിളിച്ചവർ വിറച്ചു. യോസേഫ് പറഞ്ഞു, ഇപ്പൊ യോസേഫ് ആരാണ് നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് യോസേഫ് പറഞ്ഞു. ഇല്ല. അവർ ക്ഷമ ചോദിക്കാൻ വന്ന പറഞ്ഞു, ചേട്ടാ don't feel sad. നിങ്ങൾ ദുഃഖിക്കേണ്ട, Send me. നിങ്ങളല്ല എന്നെ ഇവിടെ അയച്ചത്, ദൈവമാണ് എന്നെ ഇവിടെ അയച്ചത്. God. ദൈവം, So you were all നിങ്ങൾ vessels. എല്ലാവരും ദൈവത്തിൻ്റെ പാത്രമായിരുന്നു. നിങ്ങളെന്നെ അടിച്ചില്ലേ, അതുകൊണ്ടാണ് ഞാനിവിടെ എത്തിയത്. നിങ്ങളെന്നെ കൊല്ലാൻ ശ്രമിച്ചില്ലേ, അതുകൊണ്ടാണ് ഞാനിവിടെ എത്തിയത്. ചേട്ടന്മാരെ, സഹോദരന്മാരെ, നിങ്ങളെന്നെ വിറ്റില്ലേ, അതുകൊണ്ടാണ് ഞാനിവിടെ ആയിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ എനിക്ക് നന്മയാ ചെയ്തത്. നിങ്ങളെന്നെ അനുഗ്രഹിച്ചു. ഉമ്മ See that? ഇവിടെ നോക്കുക, Hit them. അവൻ അവരെ അടിച്ചില്ല. You thought you did. നിങ്ങൾ ദുഷ്ടത ചെയ്തു എന്നാ ചിന്തിച്ചത്. ഇല്ല, സത്യത്തിൽ ദൈവം എനിക്കത് നന്മയാക്കി തീർത്തു. Now സഹോദരന്മാരെ, നിങ്ങൾ എന്തിനെന്നെ അടിച്ചതെന്നറിയാമോ? ഇപ്പോൾ നിങ്ങൾക്ക് വരാനുള്ള ഭക്ഷണം എനിക്ക് തരാൻ കഴിയുന്നു. നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയാണ് ദൈവം മുന്നമേ എന്നെ ഇവിടെ പറഞ്ഞു. നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുന്നുണ്ടോ? ഒരു ഇടയാലായിരുന്നവൻ, അമ്മയെ മുന്നമേ നഷ്ടപ്പെട്ടവൻ, ഒരു വലിയ ഈജിപ്തിൻ്റെ മിസ്രൈമിൻ്റെ മേധാവിയായി തീർന്നവൻ, ലോകം മുഴുവൻ അവൻ്റെ അടുക്കിലേക്ക് ഭക്ഷണത്തിനായി വന്നു. ദൈവത്തിന് എന്തും സാധ്യമാണ്. God can do anything but fail. Everybody. God can do anything, anything, anything. God can do anything but fail. I prophesy you. ഞാൻ നിങ്ങളോട് പ്രവചിക്കട്ടെ, Joseph's are വളരെ ശക്തന്മാരായ യോസേഫുമാരിവിടെയുണ്ട്. ആമേൻ. ഹർഖലബാത്ര. നിങ്ങൾ ഭക്ഷണം ആളുകൾക്ക് നൽകും. thousands of ആയിരക്കണക്കിന് ആളുകൾക്ക് നിങ്ങൾ ആഹാരം നൽകും. very highly rich person. നിങ്ങൾ ഒരുപാട് ധനമുള്ളവരായി തീരും. ദൈവത്തിന് എന്തും സാധ്യം. Anything God can do anything but fail. Their times will come. ഒരു സമയം വരുന്നു, ആയിരക്കണക്കിന്, നൂറുകണക്കിന്, ആയിരക്കണക്കിന് രോഗികളായിരിക്കുന്നവർ നിങ്ങളുടെ അടുക്കലേക്ക് ഓടി വരും. Why? എന്തിനാ? നിങ്ങളുടെ ഒരു സ്പർശനത്തിനായി. നിങ്ങളുടെ ഒരു സ്പർശനത്തിനായി. God can do anything, anything. Anything God can do anything
but faith. When you think your ministry is cut off, നിങ്ങളുടെ ശുശ്രൂഷ തീർന്നു എന്ന് തോന്നുന്ന ആ സമയത്താണ് നിങ്ങളുടെ ശുശ്രൂഷയ്ക്ക് ജന്മം നൽകാൻ പോകുന്നത്. God can do anything, anything, anything. God can do Anything but faith. I see the elevation. ഞാൻ ആ ഉയർച്ചയെ കാണുകയാണ്. നിങ്ങളിവിടെ സാധാരണക്കാരെ പോലെ ഇരിപ്പുണ്ട്. ഒരു സമയം വരുന്നു. ആമേൻ. ഞാൻ യഥാർത്ഥമായി പറയുകയാണ്, രോഗസൗഖ്യവും അത്ഭുതം മാത്രമല്ല, നിങ്ങളുടെ ഒരു ഒപ്പ്, ശ്രദ്ധിച്ചാട്ടെ, Crores of rupees. കോടിക്കണക്കിന് രൂപ നിങ്ങളുടെ കൈകളിലേക്ക് വരും. നിങ്ങളുടെ ഒരു ഒപ്പിന് അത്രയും വിലയുണ്ട്. ആമേൻ. റിബ്രഖലഹന്ത്ര. Will come. ഒരു സമയം വരുന്നു, Everywhere thousands and thousands will. എല്ലായിടത്തും ആയിരക്കണക്കിന് ആളുകൾക്ക് നിങ്ങൾ ആഹാരം നൽകും. നിങ്ങൾ ഇതിൽ നിന്ന് എന്നിൽ നിന്ന് എടുത്തുകൊള്ളുക. നിങ്ങൾ അവർ പോഷിപ്പിക്കും. God can do anything, Anything, anything. God can do Anything but faith. God can do anything, anything, anything. God can do anything but faith. listen. ശ്രദ്ധിക്കുക, എൻ്റെ പുതപ്പ്, എൻ്റെ കൗമാരപ്രായത്തിൽ മുതൽ ഇതുവരെ ഞാൻ വഹിച്ചുകൊണ്ടിരിക്കുന്ന ആ പുതപ്പ് വളരെയധികം ശക്തമായ ദൈവദാസന്മാരുടെയും ദൈവദാസിമാരുടെയും ആ പുതപ്പ്, എന്നെ വിശ്വസിക്കാം, ദൈവഭൃത്യന്മാർ മരിക്കുമ്പോൾ അവർ മാത്രമാണ് സ്വർഗത്തിലേക്ക് പോകുന്നത്. Their anointing, അവരുടെ അഭിഷേകമോ the mantle, അവർ വഹിച്ച ആ പുതപ്പ് അത് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടിട്ടില്ല. it's hovering. അത് എല്ലായിടത്തും മൂടിക്കൊണ്ടിരിക്കുന്നു. It's not in heaven. അത് സ്വർഗത്തിലേക്ക് പോയിട്ടില്ല. അത് ഈ ഭൂമിയിൽ തന്നെ കിടപ്പുണ്ട്. Looking for hungry people. വിശപ്പുള്ളവരെ അത് നോക്കിക്കൊണ്ടിരിക്കുന്നു. Looking for dedicated people. സമർപ്പണമുള്ളവരെ അത് നോക്കിക്കൊണ്ടിരിക്കുന്നു. Looking for prayerful people. പ്രാർത്ഥിക്കുന്നവർക്കായി അത് നോക്കിക്കൊണ്ടിരിക്കുന്നു. That's waiting for you. അത് നിങ്ങൾക്കുമായി കാത്തിരിക്കുന്നു. It's falling. അത് നിങ്ങളുടെ മേൽ നിഴലിടുന്നു. അത് നിങ്ങളുടെ മേൽ നിഴലിടുന്നു. വളരെ ശക്തന്മാരെ ആളുകളുടെ മേലുള്ള അഭിഷേകം നിങ്ങളുടെ മേൽ വരുന്നു. നിങ്ങളുടെ മേൽ വരുന്നു. നിങ്ങളുടെ മേൽ നിഴലിടുന്നു. നിങ്ങളുടെ മേൽ നിഴലിടുന്നു. അവരുടെ അഭിഷേകം, അവരുടെ പുതപ്പ്, അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന അഭിഷേകം നിങ്ങളുടെ മേൽ നിഴലിടുന്നു. നിങ്ങൾക്ക് എലീശയെ പോലെ എഴുന്നേൽക്കാൻ കഴിയും. എലീശമാരെ എഴുന്നേൽക്കുക. വിഗിൾസ്വർത്തുമാർ എഴുന്നേൽക്കട്ടെ. ആ വിഗിൾസ്വർത്ത് ഇവിടെയുണ്ട്. വിഗിൾസ്വർത്തിന്റെ അഭിഷേകം ഇവിടെയുണ്ട്. കാതറിൻ കുൽമാനുടെ അഭിഷേകം ഇവിടെയുണ്ട്. ആ ശക്തി ഇവിടെയുണ്ട്. അത് നിങ്ങളുടെ മേൽ പരിവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അത് നിങ്ങളുടെ മേൽ പരിവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അത് നിങ്ങളുടെ മേൽ പരിവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് എഴുന്നേൽക്കാം. ഒരു പിതാവിനെ പോലെ, ഒരു നേതാവിനെ പോലെ നിങ്ങൾക്ക് എഴുന്നേൽക്കാം. ഇത് നിങ്ങളുടെ സമയമാണ്. ഇത് നിങ്ങളുടെ സമയമാണ്. ഇത് നിങ്ങളുടെ സമയമത്രേ. Maralaba turabala bataraga taragada rabra la katara rabra la batara baskala taralaba rebra la katara la batara la batara la batara.
carry that night? എത്ര പേർ ആ പുതപ്പ് വഹിക്കാൻ തയ്യാറാണ്? This apostle prophet seminar ഈ അപ്പോസ്തലിക പ്രവചന സെമിനാറിൽ is going to be very glorious. അത് വളരെയധികം തേജസ്സുള്ളതായി തീരും. ആമേൻ. Starts here. അതിവിടെ ആരംഭിക്കുന്നു. അതിവിടെ ആരംഭിക്കുന്നു. റിബ്രകച്ച കലഹസ് കലഹന്ദര ഹൽബറകച്ചര ബലബറബ റികലഹന്ദര ലകചരഹതലകടരകതലകടരകുശകത ഹലറഖന്തര ബലബട റിബറബലബടവ റികതലകടരകശകതലകടരകശകതലകടരികലന്ത്രോസ് മെലെ ലിംബ്രിബ. ഓ പിതാവേ നന്ദി, പിതാവേ നന്ദി, പിതാവേ നന്ദി. Mantle is here. കർത്താവേ, പുതപ്പ് ഇവിടെ ഉള്ളതിനാൽ സ്തോത്രം. പുതപ്പ് ഇവിടെയുണ്ട്. അപ്പോസ്തലന്മാരുടെ പുതപ്പ്, അപ്പോസ്തലന്മാരുടെ പുതപ്പ്, The mantle of Elijah. ഏലിയാവിന്റെ പുതപ്പ്, The mantle of Elisha. ഏലീശയുടെ പുതപ്പ്, റിബ്രഖാൻചബ്ര, Mantle of Moses. മോശയുടെ മേലുണ്ടായിരുന്ന പുതപ്പ്, ശമൂവേലിന്റെ പുതപ്പ്, Mantle of Apostle Paul. അപ്പോസ്തലൻ പൗലോസിന്റെ പുതപ്പ്. Tayara katara lapa, atara lapa hatora, papa papa hatora pa, tolbarela hata, o hatara lara, o hatara la baraba hata. Mala baba baba, baba baba, tayara hatora baba baba, toyara baba ya, mama hata, toyara baba baba. Tarala raba, tarala rada 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 so. Lama katara rada mama. Oya na mala rada rada rada. Papa 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 papa. Ora papa papa. इस मेरे जीवन में और क्या चाहूं प्रभु, जब तक मैं जिंदा तेरी स्तुति गाऊं। इस मेरे जीवन में और क्या चाहूं प्रभु, जब तक मैं जिंदा तेरी सेवा करूं। इस मेरे जीवन में
और क्या चाहूं प्रभु, जब तक मैं जिंदा तेरी प्यार करूं. In this earthly life, what do I need, Lord? As long as I am alive, I want to love you. In this earthly life, what do I need? As long as I am alive, I want to serve you. In this earthly life, what do I need? As long as I am alive, I want to praise you. Hallelujah. Already ഹല്ലേലൂയ. അണ്ണൻ നിങ്ങളെ തൊടേണ്ട ആവശ്യമില്ല. എൻ്റെ മേലുള്ള പുതപ്പ് നിങ്ങളുടെ മേൽ വന്നിട്ടുണ്ട്. സെക്കൻഡിൻ്റെ മേലുള്ള പുതപ്പ് നിങ്ങളുടെ മേൽ വന്നിട്ടുണ്ട്. it's your time. ഇത് നിങ്ങളുടെ സമയമാണ്. Whatever I carry, ഞാൻ വഹിച്ചിരുന്നതെല്ലാം I pass it on. ഞാൻ നിങ്ങളിലേക്ക് പകരുന്നു. Father, the mantle you put upon me, പിതാവേ, എൻ്റെ മേലിട്ടിരിക്കുന്ന പുതപ്പ് next generation, എൻ്റെ ആത്മീയമായ അടുത്ത തലമുറയുടെ മേൽ ഞാൻ പകരുന്നു. Lord, raise up many leaders, Lord. കർത്താവ്, ഒരുപാട് നേതാക്കന്മാർ എഴുന്നേൽക്കട്ടെ, ഒരുപാട് പ്രവാചകന്മാർ എഴുന്നേൽക്കട്ടെ, അപ്പോസ്തലന്മാർ എഴുന്നേൽക്കട്ടെ. Who will go and train people? കർത്താവ് അവർ പോയി ആളുകളെ പരിശീലിപ്പിക്കട്ടെ. ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. ശക്തന്മാർ, ശുശ്രൂഷകന്മാർ എഴുന്നേൽക്കട്ടെ. അവർ പിതൃഹൃദയമുള്ള നേതാക്കന്മാരായി തീരട്ടെ. എൻ്റെ മേൽ അങ്ങിട്ടത് ഞാൻ അവരിലേക്ക് പകരുന്നു. ഞാൻ അവരിലേക്ക് പകരുന്നു. ഞാൻ അവരിലേക്ക് പകരുന്നു. ഞാൻ അടുത്ത തലമുറയിലേക്ക് പകരുന്നു. റബ്ലഹാൻ ത്രബഹത്രുസ് കലാത്രബ ഠബറലാത റബ്രബബ റിബ്രലകതറ ശകതറ ലബത്രബറ ലബത്രബ. Bless you. ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. നിങ്ങൾ പോകും. I'm trained many people. നിങ്ങൾ ഒരുപാട് പേരെ പരിശീലിപ്പിക്കും. You will go നിങ്ങൾ പോകും. and raise the army for God. ദൈവത്തിന് വേണ്ടി നിങ്ങൾ സൈന്യത്തെ എഴുന്നേൽപ്പിക്കും. You will go നിങ്ങൾ പോകും. and become God's mouth. നിങ്ങൾ ദൈവത്തിൻ്റെ വായായിരിക്കും. ദൈവത്തിൻ്റെ വായ്. You will go നിങ്ങൾ പോകും. and raise a generation. നിങ്ങളൊരു തലമുറ എഴുന്നേൽപ്പിക്കും. You will see it. നിങ്ങളത് കാണും. When you are hungry like this, നിങ്ങൾ ഇതുപോലെ വിശപ്പുള്ളവരാണെങ്കിൽ, you are dedicated. നിങ്ങൾ അത്രയധികം സമർപ്പിച്ചാൽ ഒരു പിശാചിനെ നിങ്ങളെ തടസ്സപ്പെടുത്താൻ കഴിയില്ല. ഒരു പിശാചിനെ നിങ്ങൾ തടസ്സപ്പെടുത്താൻ കഴിയില്ല. Connect with heaven. സ്വർഗവുമായിട്ട് ബന്ധവുമായിട്ട് അണ്ണനുമായിട്ടല്ല ബന്ധപ്പെടേണ്ട, ദൈവവുമായിട്ട്, സ്വർഗവുമായിട്ട് നിങ്ങൾ ബന്ധപ്പെട്ടുകൊണ്ടേയിരിക്കുക. ബന്ധത്തിലായിരിക്കുക. All our anointing
anointing ഞങ്ങളുടെ എല്ലാ അഭിഷേകം need to be transferred. നിങ്ങളിലേക്ക് പകരപ്പെടുവാൻ കാത്തിരിക്കുന്നു. Need my touch. അതിന് അണ്ണൻ തൊടേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ മേലെ പുതപ്പ് വന്നിട്ടുണ്ട്. നിങ്ങളുടെ മേൽ അഭിഷേകമുണ്ട്. Already under the Baraka anointing. നിങ്ങളുടെ ബറാക്കയുടെ അഭിഷേകം നിങ്ങളുടെ മേലുണ്ട്. നിങ്ങളുടെ അതിനകത്താണ്. Rise up. നിങ്ങൾക്ക് എഴുന്നേൽക്കാം. നിങ്ങൾക്ക് എഴുന്നേൽക്കാം. ആമേൻ.